മേദിന ആചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്. ലോകമെങ്ങുമുള്ള തൊഴിലാളി സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, തൊഴിലിൻ്റെ മഹാത്മ്യവും തൊഴിലാളിയുടെ മഹത്വവും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുക. തൊഴിലിനെക്കുറിച്ച്, ഏത് തൊഴിലായാലും അതിനെക്കുറിച്ച് ആത്മാഭിമാനത്തോടെ ചിന്തിക്കാനും അഭിമാനത്തോടെ തൊഴിൽ ചെയ്യാനും ഉള്ള ഒരു ശക്തി എല്ലാ തൊഴിലാളികൾക്കും പ്രദാനം ചെയ്യുക. തൊഴിൽ മേഖല നേരിടുന്ന അനീതിപരമായ സംവിധാനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പരിഹാരമുണ്ടാക്കുവാൻ അണിനിരക്കുകയും ചെയ്യുക. ഇതൊക്കെ ഈ മേദിന ആചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഈ കാര്യത്തിൽ നമ്മുടെ സഭ, കത്തോലിക്കാ സഭ വളരെ വലിയൊരു നേതൃത്വം കൊടുത്തിട്ടുണ്ട്. 1891 പേരും നുവാരും മുതൽ അതിൻ്റെ 100-ാം വർഷത്തിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പ പ്രസിദ്ധീകരിച്ച ചിന്തേശ്വരസാനും 100-ാം വർഷമെന്നാണ്. അങ്ങനെ ആ ഈ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിൽ വിവിധ മാർപ്പാപ്പമാർ എത്രയോ ചാക്രിക ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ശാസ്ത്രീയമായി അവലോകനം ചെയ്ത് അവയ്ക്കൊക്കെ പരിഹാരം നിർദ്ദേശിച്ച സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളായിരുന്നു അതൊക്കെ. തൊഴിലാളികൾ എന്ന് പറയുന്നത് ചില സംഘടനകളുടെയോ ചില യൂണിയനുകളുടെയോ ചില രാഷ്ട്രീയ പാർട്ടികളുടെയോ ചില രാഷ്ട്രീയ ശക്തികളുടെയോ ഒക്കെ കീഴിൽ അവരുടെ അടിമകളെ പോലെ കഴിയേണ്ടി വരികയും അവിടെയൊക്കെ ഒത്തിരിയധികം അടിമത്തം നേരിടേണ്ടി വരികയും ചെയ്ത കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ വിലാപത്തിൻ്റെ സ്വരം സഭ കേട്ടു, ശ്രമിച്ചു. അവർക്ക് സഭയാകുന്ന അമ്മ പിന്തുണയുമായി തുണയുമായി രംഗത്ത് വന്നു. അത് ചരിത്രം വളരെ ആവേശകരമായ ഒന്നാണ്. സഭയുടെ ആ തൊഴിലാളി മേഖലയിലുള്ള പ്രവർത്തനങ്ങളുടെ ചരിത്രം. വളരെ പ്രസിദ്ധനായ ഒരു സംഘാടകൻ, അദ്ദേഹം ഒരു കർദിനാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കാൽഡെയിൻ എന്നായിരുന്നു. വിവിധ രാഷ്ട്രങ്ങളിലൊക്കെ സഞ്ചരിച്ച് അദ്ദേഹം ക്രൈസ്തവ തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ വേണ്ട ഉത്തേജനം നൽകുകയുണ്ടായി. നമ്മുടെ നാട്ടിലും വന്നു, നമ്മുടെ അതിരൂപതയിൽ, നമ്മുടെ ഈ പ്രദേശത്ത് വന്നു. ആലപ്പുഴയൊക്കെ വന്ന അദ്ദേഹത്തിൻ്റെ ആ യാത്രയുടെ വിവരണങ്ങളൊക്കെ ഉണ്ട്. അന്ന് ആദ്യത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം, അന്ന് മന്ത്രിയായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് 7 വർഷം മന്ത്രിയായിരുന്ന ടി.വി. തോമസ്, ആ ടി.വി. തോമസിനെയൊക്കെ കർദിനാൾ കാൽഡെയിൻ കാണുകയും ആ കൂടിക്കാഴ്ചയുടെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള സഭയുടെ ആ ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തൊഴിലാളികളെയും തൊഴിലുടമകളെയും 2 വിഭാഗങ്ങളായിട്ട് കണ്ട്, ഒന്ന് തൊഴിലാളി വർഗം, മറ്റൊന്ന് മുതലാളി വർഗം എന്ന രീതിയിൽ അവരെ വിഘടിപ്പിച്ച് തമ്മിൽ ശത്രുതയുണ്ടാക്കി അവരെ പരസ്പരം ശത്രുക്കളെ പോലെ പൊരുതുന്ന ഒരവസ്ഥ ഉണ്ടായി. അത് അങ്ങനെയുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ മനുഷ്യവർഗത്തെ ശത്രുക്കളായിട്ട് രൂപപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. തൊഴിലാളി വർഗം അടിമത്തം ലഭിക്കുന്ന വർഗമാണ്. മുതലാളി വർഗം അവരുടെ മേൽ ആ മേധാവിത്വം പുലർത്തുന്നവരാണ്. ഇവർ തമ്മിൽ ഇപ്പോൾ ശത്രുക്കളാണ്. പരസ്പരം അടരാടണം, മുതലാളി സമൂഹത്തെ ഇല്ലാതാക്കണം എന്നുള്ള ആ ചിന്തകളൊക്കെ വളർത്തിയെടുക്കുകയും അങ്ങനെ മനുഷ്യരുടെ ഇടയിൽ അന്തചിത്രം ഉണ്ടാക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ സഭ പറയുന്നത് തീർച്ചയായിട്ടും തൊഴിലാളികളുടെ
അടിമത്തപരമായ സംവിധാനങ്ങളെ സഭ ശ്രദ്ധയോടെ കണ്ടു. അവരെ ഉദ്ധരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ സഭ പറഞ്ഞു, മുതലാളിമാരും തൊഴിലാളികളും ശത്രുക്കളല്ല, പരസ്പരം സഹകരിക്കണം. അവർ സഹോദരങ്ങളെ പോലെ പരസ്പരം കാണണം. അവരെ പരസ്പരം എതിർക്കുന്നവരാകരുത്. അവര് മുതലാളികളെന്ന് പറയപ്പെടുന്നവര് തൊഴിലാളികളെ സ്നേഹിക്കണം, സഹോദരങ്ങളായിട്ട് അവരെ കാണണം. അവർക്ക് നീതി കൊടുക്കണം, ന്യായമായ വേതനം നൽകണം. ആ രീതിയിലുള്ള ബന്ധം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ തൊഴിലാളികളും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണം. തൊഴിലാളികളെ ശത്രുക്കളായിട്ട് കാണരുത്. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവരുള്ളതുകൊണ്ടാണ് ജോലി കിട്ടുക. അങ്ങനെയുള്ള പരസ്പര സഹവർത്തിത്വത്തിന്റെ സന്ദേശം നൽകിയായിരുന്നു സഭ ചെയ്തത്. സഭയ്ക്ക് അതേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ്, ദൈവത്തിന്റെ മക്കളാണ്. അവർ പരസ്പരം ശത്രുക്കളായിട്ട് കണ്ട് അവരെ ഭിന്നിപ്പിക്കുകയല്ല സഭയുടെ ലക്ഷ്യം. ആ ഒരു മനോഭാവമാണ് നമ്മുടെ വളർന്നു വരേണ്ടത്. ആ സ്നേഹവും സാഹോദര്യവും. അങ്ങനെ തൊഴിൽ മേഖലയിലെ ഈ സാഹോദര്യവും നീതിബോധവും വളരുമ്പോൾ അത് സുവിശേഷവൽക്കരണമാണ്. അതാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ ദൈവനിയോഗമാണ് ഈ തൊഴിൽ മേഖലയെ സുവിശേഷവൽക്കരിക്കുക. അവൾ നീതി നടപ്പിലാകണം. അപ്പോൾ അത് സുവിശേഷവൽക്കരണമാണ്. ആ രീതിയിൽ തൊഴിലാളികൾ സഭയുടെ പ്രേക്ഷിത മക്കളാണ്. തൊഴിൽ മേഖലയിൽ സഭയുടെ പ്രേക്ഷിതരാണ് തൊഴിൽ ചെയ്യുന്നവരെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് കായിക അധ്വാനം ചെയ്യേണ്ടി വരുന്ന ആൾക്കാര്, അങ്ങനെ അധ്വാനിക്കുന്നവർക്കും ദിവസക്കൂലിക്ക് വേണ്ടി വേല ചെയ്യുന്നവര്, അവരൊക്കെയാണ് പലപ്പോഴും അവഗണിക്കപ്പെടുന്നത്. അവർക്കാണ് കൂടുതൽ അധോഗതി ഉണ്ടാകുന്നത്. അവരെ ഉദ്ധരിക്കണം. അങ്ങനെ ഏറ്റവും താഴെക്കിടയിൽ നിന്ന് കരുതപ്പെടുന്ന തൊഴിലാളികളെ, അനുദിന അപ്പത്തിനു വേണ്ടി രാപകൽ അധ്വാനിക്കേണ്ടി വരുന്ന ആ തൊഴിലാളി സഹോദരങ്ങളെ പ്രത്യേകമായി പരിഗണിച്ച് അവരെ ഉദ്ധരിക്കണം. സഭ ഇതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് പോൾ ആറാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി, വൈദികർ പള്ളിമണികൾ കേൾക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഫാക്ടറികളുടെ സൈറൻ മുറികൾ കേൾക്കട്ടെ. കാരണം അന്ന് ഫാക്ടറികളിലൊക്കെ, യൂറോപ്യൻ ഫാക്ടറികളിൽ വലിയ അടിമത്തമായിരുന്നു, വലിയ ദുരിതങ്ങളായിരുന്നു, അടിമപ്പണി ചെയ്യേണ്ടവരായിരുന്നു അവര്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വൈദികരോട് മാർപ്പാപ്പ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ പള്ളിമണികൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഫാക്ടറികളിലെ സൈറൻ വിളികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടേക്ക് ചെല്ലുക, നമ്മുടെ ആ സഹോദരങ്ങളെ കാണുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് മാർപ്പാപ്പ പറയുകയുണ്ടായി. ഇതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉടനീളം സഭയെ നയിച്ച മാർപ്പാപ്പമാരൊക്കെ ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു സഭയുടെ ആ ശ്രദ്ധയാണ് നമ്മുടെ ഈ KLM പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ സഭയിൽ, നമ്മുടെ കേരള തലത്തിലെ സഭാതല രൂപതാതലത്തിലൊക്കെ അത് സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. ഞാൻ ഓർക്കുകയാണ്, ആദ്യ കാലഘട്ടത്തിൽ ഈ തൊഴിലാളികൾ പ്രത്യേകിച്ച് ക്രൈസ്തവ തൊഴിലാളികൾ സംഘടിച്ച് വരുന്നത് ചിലർക്ക് ഇഷ്ടമില്ലായിരുന്നു. തൊഴിൽ മേഖല എന്ന് പറയുന്ന ചിലരുടെ കുത്തകയാണ് എന്ന് കരുതപ്പെട്ടിരുന്നു. അത് ക്രൈസ്തവർക്ക് ആ മേഖലയിലേക്ക് കടന്നു വരാൻ അവകാശമില്ല എന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അന്ന് ജോലിക്ക് വേണ്ടി എല്ലാവരും നെട്ടോട്ടമൂടുമായിരുന്നു. പ്രത്യേകിച്ച് കുട്ടനാടിലെ പാടശേഖരങ്ങളിൽ അവിടെ നൂറുകണക്കിന് തൊഴിലാളികളുടെ ആവശ്യമുണ്ട് ഓരോ പാടശേഖരങ്ങളിലും. പക്ഷെ അവിടെയൊന്നും ക്രൈസ്തവ തൊഴിലാളികൾക്ക് അവർ ജോലി കൊയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ പ്രവേശനം ലഭിക്കുമായിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും അതിനുവേണ്ടി മുന്നോട്ട് വന്നാൽ അവരെ തടയുക, അവരെ പരിഹസിക്കുക, അവരെ പിന്തിരിപ്പിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ സംവിധാനം. പക്ഷെ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടായി. വാസ്തവത്തിൽ നമ്മുടെ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ, ക്രൈസ്തവ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ പരിഹാരം ഉണ്ടായി. നമ്മുടെ ക്രൈസ്തവര് സ്ത്രീകളും മറ്റും സംഘടിച്ചു. ഞാൻ ഓർക്കുകയാണെന്ന് ഈ കൂടുതലും ഈ തൊഴിലാളി യൂണിയനുകളുടെയൊക്കെ സ്വാധീനത്തിലായിരുന്നു യൂണിയനുകൾ. ആ യൂണിയനുകൾ പ്രത്യേകമായിട്ട് സ്വാധീനം ചെലുത്തി മിക്കവാറും ഈ കൊയ്ത്ത് മുതലായ തൊഴിലുകളൊക്കെ ഞായറാഴ്ചകളിൽ വയ്ക്കും. ഞായറാഴ്ചകളാകുമ്പോൾ ഈ ക്രൈസ്തവർ ഞായറാഴ്ച ജോലി ചെയ്യാൻ വരികയില്ല. അവർക്ക് പള്ളിയിൽ പോകണം.
അതുകൊണ്ട് ഞായറാഴ്ച ജോലി ചെയ്യാനായിട്ട് ഏർപ്പാട് ചെയ്യും. അങ്ങനെ ക്രൈസ്തവർക്ക് തൊഴിൽ സാഹചര്യങ്ങളെ നിഷേധിക്കുക എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കുട്ടനാട്ടിലും മറ്റും നമ്മുടെ ക്രൈസ്തവ തൊഴിലാളി പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോൾ അവർ സംഘടിച്ചിട്ട് പറഞ്ഞു, ഇനി ഞായറാഴ്ച ജോലി പാടില്ല, ഞായറാഴ്ച ജോലി എടുപ്പിക്കരുത്. അത് വിജയിച്ചു. നമുക്ക് സംഘടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യം നേടിയെടുക്കാൻ സാധിക്കും, നീതിക്ക് വേണ്ടി. അതുപോലെ സംഘടിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷെ നമ്മൾ സംഘടിക്കുന്നത് എന്തെങ്കിലും ഏതെങ്കിലും മറ്റു രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയല്ല, തച്ചുടയ്ക്കാൻ വേണ്ടിയല്ല. നമ്മൾ സംഘടിക്കുന്നത് നീതിക്കും സത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടിയാണ്. ഇത് സഭ ആവശ്യപ്പെടുന്ന കാര്യമാണ്, സഭ ആഹ്വാനം ചെയ്യുന്ന കാര്യമാണ്. തൊഴിലാളികൾക്ക് സംഘടിക്കാൻ അവകാശമുണ്ട്. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് സംഘടിക്കാൻ അവകാശമുണ്ട്. അവർ സംഘടിക്കണം എന്ന് സഭ ആവശ്യപ്പെടുന്നുണ്ട്. ന്യായമായ വേതനം കിട്ടണം. ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ട വേതനം തൊഴിലാളിക്ക് ലഭിച്ചിരിക്കണം. ഇത് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തൊഴിലാളികളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു സഭ നമുക്ക് അമ്മയായിട്ടുണ്ട് എന്നൊരു കാര്യം ഓർക്കുക. ആ അമ്മയോട് ചേർന്ന് നമ്മൾ നിൽക്കണം. നമ്മൾ പരസ്പരം സഹകരിക്കണം, പരസ്പരം ആദരിക്കണം, പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയാണ് നമ്മൾ ശക്തരാകേണ്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനം നമുക്ക് നമ്മുടെ കൂട്ടായ്മ വളർത്തുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. കൂട്ടായ്മ നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യം അതാണ്. നല്ലൊരു കൂട്ടായ്മ, ക്രൈസ്തവ സാഹോദര്യവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് തന്നെ. നിങ്ങൾ രണ്ടുപേരെ യോജിച്ചെന്നുകൊണ്ട് ചോദിച്ചാൽ അവരുടെ ഇടയിൽ ഞാൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്കത് ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ആ ശക്തി അതാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്. കാരണം ദൈവം തന്നെ തൊഴിലാളിയായിട്ട് നമ്മൾ ബൈബിൾ അവതരിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ. ദൈവത്തെ തൊഴിലാളിയായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ദൈവം ലോകത്തിലേക്ക് വരുമ്പോൾ തൊഴിലാളിയായിട്ടാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. ആ ബിഷപ്പിതാവ് തൊഴിലാളിയായിരുന്നു, കഠിനാധ്വാനം ചെയ്ത തൊഴിലാളിയായിരുന്നല്ലോ. തൊഴിലിനെയും തൊഴിലാളിയെയും ദൈവം എത്രമാത്രം മാനിക്കുന്നു, ആദരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം മാതൃകയിലൂടെ കാണിച്ചു തരികയാണ്. ഇതിലപ്പുറം എന്തുണ്ട്? ഒരു തൊഴിലാളിക്ക് അഭിമാനം കൊള്ളുവാൻ ഇതിലപ്പുറം വേറെ എന്തു വേണം? ആ അഭിമാനബോധമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് ഏത് തൊഴിലും ഇവിടെ പിതാവും സൂചിപ്പിക്കുകയുണ്ടായി. തൊഴിലിനെ സംബന്ധിച്ചുള്ള ഉച്ചനീചിത്വ മനോഭാവം അത് മാറ്റിയെടുക്കാത്ത എളുപ്പമല്ല. പക്ഷേ മാറ്റിയെടുക്കാൻ നമ്മൾ ശക്തമായി പ്രവർത്തിക്കണം. എല്ലാ തൊഴിലും മാന്യതയുള്ളതാണ്. വാസ്തവത്തിൽ ഈശോപിതാവൊക്കെ ഈ തച്ചു ജോലി ചെയ്ത ആളായപ്പം അവരത്ര അന്നത്തെ സമൂഹം അത്ര മാന്യതയോടുകൂടിയൊന്നുമല്ല അതേപ്പറ്റി ചിന്തിച്ചിരുന്നത്. ഇവനെ ഈശോയെ പറ്റി പറയുമോ, ഇവനാരാ? ഇവരെ തച്ചൻ്റെ മോനല്ലേ? തച്ച് നിർത്തി എന്ന് പറയുന്നത് എന്തോ മോശമായ ഒരു പ്രവൃത്തിയാണ്. ആ യോസേപ്പ് തച്ചനല്ലേ? ആ തച്ചൻ്റെ മകനല്ലേ ഇവൻ? പിന്നെ ഇവരവിടെ ഇത് ജ്ഞാനമെല്ലാം അപ്പൊ ഒരു പുച്ഛരൂപത്തിലാണ് ഈ ഈശോയെ പറ്റി സംസാരിച്ചതവര്. തച്ചൻ്റെ മകനെ ഒരു സ്ഥാനവും മാനവും ഒന്നും ഇല്ല. പക്ഷെ ദൈവം അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് ദൈവം ഇറങ്ങി വന്ന് ഒരു തച്ചൻ്റെ മകനായിട്ട് അവിടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇതുപോലെയുള്ള മറ്റുള്ളവരുടെ പരിഹാസങ്ങളെ, എതിർപ്പുകളെ ഒക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ശക്തി നമുക്ക് വേണം. എൻ്റെ രക്ഷകനായ ദൈവം, എൻ്റെ രക്ഷകനായ ഈശോ ഒരു തൊഴിലാളി ആയിട്ട് ഈ ലോകത്തിൽ ജീവിച്ചെങ്കിൽ എനിക്ക് ഏത് തൊഴിലും മാന്യതയുള്ളതാണ് എന്ന് ഉറക്കെ പറയുവാനുള്ള തൻ്റെ ഇടം, അഭിമാനത്തോടെ ഒരുമിച്ച് കൂടുവാനുള്ള ആ ഒരു ധൈര്യം നമുക്ക് വേണം. അതാണ് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ശാഖകളിലൊക്കെ തീർച്ചയായിട്ടും വേണ്ടത്. ആ അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും വളരെയേറെ വളർത്തിയെടുക്കുവാൻ ഈ KLM-ലൂടെ സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെയൊക്കെ ഒത്തൊരുമയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ആ ഒരു ചൈതന്യം നിലനിർത്തുക, അത് വളർത്തുക. നമ്മൾ വാസ്തവത്തിൽ ഏറ്റവും കൂടുതലായിട്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ, അവർക്ക് വേണ്ടി വാദിക്കുവാൻ, അവരുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവകാശമുള്ളത് നമ്മുടെ ക്രൈസ്തവർക്കാണ്. അതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കാണ് തന്നെ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത്. അത് നമ്മൾ കളഞ്ഞു കുടിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ഇടവതലത്തിലും യൂണിറ്റ് തലത്തിലുമൊക്കെ തൊഴിലാളികൾ ആ തരത്തിൽ സംഘടിക്കുവാനും അഭിമാനത്തോടെ പ്രവർത്തിക്കുവാനും സാധിക്കണം. ഇതിലൂടെ ഉണ്ടായിട്ടുള്ള വലിയ നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട്, സഭാപരമായിട്ട്, ആത്മീയമായിട്ട്, കൗതാശികമായിട്ടൊക്കെ
ഈ KLM-ലൂടെ ഒത്തിരി നന്മ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഒത്തിരി വളർച്ച നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചത് വ്യക്തിപരമായി ലഭിച്ച വലിയ അനുഗ്രഹങ്ങളാണ്. അതൊക്കെ ഈ പ്രസ്ഥാനത്തിലൂടെ ലഭിച്ചിട്ടുള്ളതാണ്. അപ്പം അതിനൊക്കെ നല്ല നേതൃത്വം കൊടുത്ത എല്ലാവരെയും നമ്മുടെ യുവമാനസിൻ്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. വളരെ നല്ല രീതിയിൽ, വിദഗ്ധമായ രീതിയിൽ, വളരെ കാര്യക്ഷമതയിലൂടെ അദ്ദേഹം നേതൃത്വം നൽകി. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം നല്ലൊരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുന്നു.